നെന്മാറ ഇരട്ടക്കൊലപാതകം പ്രതി ചെന്താമര റിമാൻഡിൽ 100 വർഷം ശിക്ഷിക്കൂവെന്ന് കോടതിയോട് പ്രതി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ 100 വർഷം തന്നെ ശിക്ഷിക്കണമെന്ന് ചെന്താമര കോടതിയിൽ. പരിക്ക് വല്ലതും ഏറ്റിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തോടാണ് പ്രതിയുടെ പ്രതികരണം. ചെന്താമരയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജേക്കബ് മാത്യുവാണ് കോടതിയിൽ ഹാജരായത്. എല്ലാം ചെയ്തത് താൻ ഒറ്റയ്ക്കാണെന്ന് പ്രതി കോടതിയിൽ പറഞ്ഞു. മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ല. മകൾ എഞ്ചിനീയറും മരുമകൻ ക്രൈംബ്രാഞ്ചിലുമാണ്. അവരുടെ മുന്നിൽ മുഖം കാണിക്കാൻ തനിക്കാവില്ല. തനിക്കിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട, തന്നെ 100 വർഷം ജയിലിലടയ്ക്കൂ. താൻ ചെയ്തത് തെറ്റാണെന്നും കോടതിയിൽ ചെന്താമര പറഞ്ഞു. ഒരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി കോടതിയിൽ ജഡ്ജിക്ക് മുമ്പിൽ നിന്നത്. മുൻവൈരാഗ്യം വെച്ച് ആസൂത്രണത്തോടെ നടത്തിയ കൊലയാണെന്നാണ് സംഭവത്തിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. മനസ്താപമില്ലാത്ത കുറ്റവാളിയാണ് പ്രതിയെന്നും തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയത്. ഇതിനായി ദിവസങ്ങൾക്ക് മുമ്പ് കൊടുവാൾ വാങ്ങിയെന്നും പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. പ്രതിയിൽ നിന്ന് അയൽവാസികൾക്ക് തുടർച്ചയായ വധഭീഷണിയുണ്ട്. പ്രതി ജയിലിന് പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്ത് മുഴുവൻ ഭീഷണിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 14 ദിവസത്തേക്ക് പ്രതിയെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഫെബ്രുവരി 12 വരെയാണ് റിമാൻഡ് കാലാവധി. പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ രാത്രി പിടികൂടിയ ചെന്താമരയെ ലോക്കപ്പിലെത്തിച്ചപ്പോൾ പ്രതി ആദ്യം ആവശ്യപ്പെട്ടത് ചിക്കനും ചോറുമാണ്. ഉടൻ തന്നെ തൊട്ടടുത്ത ബസ്സിൽ നിന്നും പോലീസ് ഇഡലിയും ഓംലറ്റും വാങ്ങി നൽകി. രണ്ടുപേരെ അത് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. തലേ ദിവസം വിഷം കഴിച്ചെന്ന് പ്രതി പറഞ്ഞിരുന്നു. എന്നാൽ വൈദ്യപരിശോധനയിൽ പ്രതി വിഷം കഴിച്ചിട്ടില്ലെന്ന് വ്യക്തമായി. പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ പ്രതി മറുപടി പറയുന്നുണ്ടായിരുന്നു. സുധാകരനുമായി തലേ ദിവസമുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതി ചെന്താമര പോലീസിന് മൊഴി നൽകിയത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ചെന്താമര പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. നാട്ടുകാരും പോലീസും പലവട്ടം തെരച്ചിൽ നടത്തുന്നത് കണ്ടിരുന്നതായി ചെന്താമര പറഞ്ഞു. ഡ്രോൺ പറത്തുന്നതും പോലീസ് നാട്ടുകാരും തിരയുന്നതും ഇതെല്ലാം കണ്ട് കാട്ടിനുള്ളിൽ പതുങ്ങിയിരുന്നുവെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു. 5 പേരെയാണ് ഇയാൾ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടത്. ഭാര്യയെ കൊല്ലാനായിരുന്നു ആദ്യ ലക്ഷ്യമെങ്കിലും ഇവർ എവിടെയെന്ന് കണ്ടെത്താൻ ചെന്താമരയ്ക്ക് സാധിച്ചില്ല. തുടർന്നാണ് ശ്രദ്ധ സുധാകരനിലേക്ക് എത്തിയത്. സുധാകരനെയും അമ്മയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചാണ് പാലക്കാട് എലവഞ്ചേരിയിൽ നിന്നും കൊടുവാൾ വാങ്ങിയത്. കൊല്ലപ്പെട്ട സുധാകരന്റെ അമ്മ ലക്ഷ്മിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും പ്രതി പറയുന്നു. ഭാര്യ, മകൾ, മരുമകൻ ഉൾപ്പെട്ട 3 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും പ്രതി മൊഴി നൽകി.